അപ്പോഴെല്ലാം ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ നാട്ടുഭാഷയാണ് അല്ലേ. നാട്ടുഭാഷ എന്താ ഉപയോഗിക്കണത്? നമ്മുടെ ചിലപ്പോൾ 2ാം ക്ലാസ്സും 1ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ IAS-കാരുണ്ടാവും. പക്ഷേ IAS-കാരുടെ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകത്തില്ല, നാട്ടുഭാഷ. ഇപ്പോൾ ബൈബിൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സാധാരണ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. തന്നെയല്ല, നാട്ടുഭാഷക്കുള്ള പ്രശ്നം ഇത് പെട്ടെന്ന് ഇങ്ങനെ റീച്ച് ചെയ്യും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഞാനത് കൃതജ്ഞത കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഈശോയുടെ ഈ ശൂന്യവൽക്കരണം എന്ന് പറയുന്ന മഹാസംഭവമില്ലേ, അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയണത്. വെറുമയാക്കി എന്നാണ് അർത്ഥം. നാട്ടുഭാഷയെ പറഞ്ഞാൽ വെറുമയാക്കി. ഈ വെറുമയാക്കിയെന്ന് വെച്ചാൽ പ്രകൃത്യ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. ഇപ്പം പരിഗണിക്കാതെ എന്നില്ലേ, കർത്താവിൻ്റെ പൊസിഷൻ പരിഗണിച്ചില്ല. അത് പരിഗണിച്ചെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പോകുകയായിരുന്നു അല്ലേ. അവൻ പരിഗണിക്കാൻ അത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു നാട്ടുഭാഷയുണ്ട്. എന്താണത്? അവനത് വിട്ടുകളഞ്ഞെന്ന് ആൾക്കാർ സംസാ വിട്ടുകളാ. നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ പറയാൻ എന്താണ്? അത് വിട്ടുകളയാൻ പറയും. അതാണ് അതിൻ്റെ നാട്ടുഭാഷ. പരിഗണിക്കാതെ എന്ന് പറയുന്നതിൻ്റെ പോളിഷ് ലാംഗ്വേജിൻ്റെ കൺട്രി ലാംഗ്വേജ് എന്താണ്? വിട്ടുകളയെന്നുള്ളതാണ്. പല കാര്യങ്ങളും ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരെ വിശ്വസ്തതയാണ് കാണിക്കേണ്ടത്, അവർ നന്ദിയുള്ള ജീവിതമാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അതെന്താ നന്ദിയുള്ള ജീവിതം എന്ന് പറയണത്? നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനങ്ങളൊക്കെ കേട്ട് ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ അല്ലേ. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 11:29 ഞാൻ മത്തായിയുടെ സുവിശേഷം അല്ലേ, ഒന്ന് പറഞ്ഞേ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ പഠിക്കണത് തന്നെ ഒരു നന്ദി. എപ്പോഴും വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവേ എന്നെ ഈശോനെ പഠിക്കാൻ സഹായിക്കണേ. കാര്യം ഈശോനെ പഠിക്കാത്തതാണ് കുഴപ്പമെന്ന് ഈശോ പറയണത്. ആ സമരക്കാർ ചാടിക്കടിച്ചില്ലേ, ആ നട്ടുച്ച നേരത്ത് കർത്താവ് വേർപ്പം കയറി ഉച്ചയും പോയിഞ്ഞ് ആ കിണറിൻ്റെ വാതിക്കെ ഇരുന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ സമരക്കാർ ചാടിക്കടിച്ചു. നിങ്ങളുടെ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉടമ്പടി താമസിക്കും. നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ പുനഃക്രമീകരിക്കണം. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമരക്കാർ എന്താ ചാടിക്കടിച്ചത്? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പക്ഷേ വീട്ടിൽ ചാടിക്കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ശാന്തമായ പിന്നെയും നമ്മുടെ അനുഗ്രഹങ്ങൾ താമസിക്കാം. പ്രകൃതി മാറ്റം അത്യാവശ്യമാണ് ഉടമ്പടിയുടെ. കാര്യം എന്താ? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇപ്പം സമരക്കാർ ചാടിക്കടിച്ചില്ലേ, അവരെന്താ പറഞ്ഞത്? നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാർ എന്നോട് ഇതെന്തൊരു പരിപാടിയാണ് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം പരവേശം എടുത്തപ്പോൾ യാചിച്ചതിന് ഇവർ ജാതി പറഞ്ഞില്ലേ, അവൻ്റെ വല്ല കാര്യമുണ്ടാ? അടി പാഴ്സൽ മുതലൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് കൊടുക്കത്തില്ല. കർത്താവ് എന്താ ചെയ്യണത്? അതാണ് കർത്താവ് ഉടനെ അവിടെ ലെവലിലേക്ക് കയറി വന്നില്ല. കർത്താവ് ഈശോയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നതും ആരാണെന്നും നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ എന്ത് മധുരമായിട്ടാണ് പറഞ്ഞത്. ഈശോ എന്നാ പറഞ്ഞ? മകളെ ഇങ്ങനെ ചാടിക്കടിക്കണേ എന്താ കാര്യമെന്നറിയാമോ? എന്നെ അറിയാത്തത് കൊണ്ടാണ്. എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കണത്. 4:10 യോഹന്നാൻ്റെ സുവിശേഷം. നിൻ്റെ പ്രകൃതിയിൽ ഈ വന്നിരിക്കണ ചാടിക്കടിയില്ലേ, ഇപ്പം ഈ ചാടിക്കടിക്കാൻ വന്നിരിക്കണത് എന്താണെന്നറിയാമോ? കാരണം എന്നെ അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ പ്രകൃതി മാറണത് ഈശോനെ അറിയുന്നതനുസരിച്ച് കൊണ്ട് പ്രകൃതി മാറും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ 4:10 ഈശോ പറഞ്ഞില്ലേ, എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ഈശോ പറഞ്ഞത്. എന്നെ അറിയാത്തതാണ് നിൻ്റെ
എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് വലിയൊരു മർമ്മമാണ് കേട്ടോ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ, എന്നെ പഠിക്കൂ എന്ന് പറയും. അറിയാത്തവരെന്താ ചെയ്യേണ്ടത്? അറിയാത്തവരെന്നാ ചെയ്യേണ്ടത്? പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ. എന്താ പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആശ്വാസം ലഭിക്കും. ദൈവികമായ ആശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോയെ പഠിക്കലാണ്. കൈ അടിച്ച് കർത്താവേ. കർത്താവ് പറയും, നിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താ? എന്നെ അറിയാത്തതാണ്. എന്നെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്നെ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണെന്ന് പഠിക്കണം. എന്താണ് ശാന്തശീലൻ എന്ന് പറയുമ്പോൾ? ശാന്തശീലർക്കുള്ള ഗുണം എന്താ? ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു. പറഞ്ഞേ, അവർ ഭൂമി കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മത്തായി 5:5 മലയിലെ പ്രസംഗങ്ങളിൽ ഒന്നാണത്. എന്താണ്? നമ്മൾ ശാന്തശീല വ്യഗ്രതയാണ് പ്രശ്നം, ഇല്ലേ? ഹാർട്ട് അറ്റാക്കും അൾസറും ഉണ്ടാകണത് എന്താണ്? വ്യഗ്രത കൊണ്ടല്ലേ, ഇല്ലേ? അപ്പം വ്യഗ്രതയ്ക്കെതിരാണ് എന്താണ്? ശാന്തശീല. ഈ ശാന്തശീല എങ്ങനെ? ഈ മത്തായി 5:5 ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം നമ്മൾ കൈവശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. എങ്ങനെയാണ് ഈ ശാന്തശീലമാക്കണത്? ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ശാന്തശീലം ഉണ്ടാകുന്നത്. എന്താണ്? നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമ്മൾ സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ടു. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പത്രത്തെഴുതി കൊടുത്തതാണോ നിങ്ങളിവിടെ കേട്ടതാണോ എന്ന് അറിയത്തില്ല. 49 വയസ്സൊക്കെ ഉള്ള ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാണോ സാക്ഷ്യം? ഇവിടെ പറഞ്ഞതാണോ? ശരി. അപ്പം എന്താ 2 സാക്ഷ്യം ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ 49 വയസ്സ്. ഇന്നാളെ കേട്ടത് 46 വയസ്സാണ് കേട്ടത്. 46 വയസ്സുള്ളവർ വിവാഹം കഴിച്ച്. ഇപ്പം നമ്മൾ കേട്ടത് 49 വയസ്സ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ റേഞ്ച് വേണ പൂക്കുണ്ടല്ലേ. പണ്ടൊക്കെ ഞങ്ങൾക്ക് 35 വയസ്സുള്ളവർ കല്യാണം കഴിച്ചെന്ന് കേട്ടാൽ ഞാൻ സാക്ഷ്യം ഭയങ്കര സന്തോഷത്തോടെ സൈൻ ചെയ്യുമായിരുന്നു. അതിനെയും കവഴിഞ്ഞാണിത് വരണത്. അതുപോലെ മക്കളില്ലാത്ത ആൾക്കാർ തന്നെ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് 2 കുഞ്ഞുങ്ങളുമായിട്ട് സാക്ഷ്യം പറഞ്ഞില്ലേ. ഈ മാസം ആദ്യം 2 കുഞ്ഞുങ്ങളുമായിട്ട് ഉടമ്പടി. അവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ആഴ്ചയിൽ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു, 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. അപ്പോഴെന്താ പ്രശ്നം? ശാന്തശീലത എന്ന് പറയണത് ശാന്തതയുടെ ഉള്ളിലെ എന്താ സംഭവം? എന്താണ് ശാന്തത? ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്വഭാവം വെരി സീരിയസ് ആണ്. കർത്താവുമായിട്ട് ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 സ്വഭാവം നമ്മൾ കാലാന്തരത്തിൽ സംശീകരിക്കണം. ഒന്നെന്താണ്? മീക്ക് എന്ന് വെച്ചാൽ ശാന്തശീലത. മറ്റെന്താണ്? ഹംബിൾ, വിനയം, എളിമ. എളിമയാണ് ഈ വിട്ടുകളയെന്ന് പറയുന്ന സംഭവം. മനസ്സിലായ? നമ്മൾ ആരോ ആണെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് എളിമ നഷ്ടപ്പെടുന്നത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടി ഒഴുകി വരണ്ടേ മക്കളെ? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എന്നല്ലേ പറയണത്, അല്ലേ? നമ്മൾ പത്രോസിൻ്റെ 5 വായിക്കുമ്പോഴും യാക്കോബിൻ്റെ 4:6 വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോൾ ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പക്ഷേ എളിമ എങ്ങനെ ഉണ്ടാകും? നമ്മൾ ആരോ ആണെന്ന് ഉള്ള നിലവാരത്തിൽ നിന്നാണ് താഴേക്ക് വരേണ്ടത്. അതാണ് കർത്താവ് താഴേക്ക് വന്നത്. വിട്ടുകളഞ്ഞു. അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല, വിട്ടുകളഞ്ഞെന്ന്.
ഇപ്പം നിന്നോടൊരാൾ അപമര്യാദയായിട്ട് പെരുമാറി. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, എൻ്റെ ചേട്ടായി, എൻ്റെ അപ്പം മരിച്ചതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സെമിനാരിൽ ചേർന്നത്. എൻ്റെ ചേട്ടായിയാണ് പിന്നെ എല്ലാം നോക്കിയത്. പക്ഷേ എൻ്റെ പട്ടത്തിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ആൾ നാടി വിട്ടുപോയി. ഞാൻ ഒറ്റക്കായിപ്പോയി. അന്ന് വീടും എല്ലാം ഉറഞ്ഞതായിരുന്നു. പിന്നെ സെമിനാരിൽ നിന്ന് ലീവെടുത്ത് വന്ന് കുറേ ബന്ധുക്കളോടൊക്കെ കടം വാങ്ങിച്ച് ഒറ്റക്ക് നിന്നാണ് കുറച്ച് ആൾക്കാരുടെ ഈ വീട് പണിത് കൂട്ടി ഒരു കണക്കിന് തല്ലിക്കൂട്ടി എടുത്ത് 10 മനുഷ്യർ വന്നതല്ലേ. നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകുവേ. ഞാൻ വന്നൊരു വഴിയുണ്ട്. അന്ന് ഇവർ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് തോന്നി അവർ മതിയെന്ന്. നിങ്ങൾക്കും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇവരെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരണത്, ഇവർ മതിയെന്ന്. ബാക്കി ആരോടും പരിഭവമില്ല, പരാതിയില്ല. എല്ലാം റെഡിയായി. ഓർഡിനേഷൻ്റെ തലേ ദിവസം ചേട്ടായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം, ചേട്ടാ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന്, ഇല്ലേ? പക്ഷേ വിട്ടുകളയണം. അവിടെയാണ് ഉടമ്പടി വരേണ്ടത്. വിട്ടുകളയണം. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം വിട്ടുകളയണം. അതാണ് പരിഗണിച്ചില്ല എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നിൻ്റെ അപ്പനോട്, നിൻ്റെ അയൽവാസിയോട്, നിൻ്റെ അളിയനോട്, അയൽവാസികളോട്, നിൻ്റെ ശത്രുക്കളോട് ആരോടും വിട്ടുകളയണം മക്കളെ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി വിട്ടുകളയണം. എന്താണ്? എന്നിൽ നിന്ന് പഠിക്കുവേൻ. നമുക്ക് വേറെ ആരുടെയൊന്നും പഠിക്കാനില്ല. ഈശ്വരനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ എന്താണെന്നറിയാവോ? സെൻറ്റ് പോൾ പറയാൻ മറന്നു പോയതോ, സെൻറ്റ് പോളിനോട് പരിശുദ്ധാത്മാവ് സ്നേഹത്തെക്കുറിച്ച് വാ തോരാതെ സെൻറ്റ് പോൾ പറയും. സ്നേഹം എന്താണ്? സകലതും ക്ഷമിക്കുന്നു, സകലതും അതിജീവിക്കുന്നു, സകലതും സഹിക്കുന്നു എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയും, ജോസഫ്, സെൻറ്റ് പോൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ്? സ്നേഹം എല്ലാം മനസ്സിലാക്കുന്നു. ദ ലവ് ജീസസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. സ്നേഹം മനസ്സിലാക്കുന്നു. സെൻറ്റ് പോൾ പറയാത്തതാണ്. ഈ സൗമ്യത വരണത് എവിടെ നിന്നാണ്? അണ്ടർസ്റ്റാൻഡിങ് ലവിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹത്തിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹം എന്താണ്? ആരുമായി നമ്മൾ ധരിക്കാതെ നമ്മളെ താഴ്ത്തുമ്പോൾ എളിമയിൽ നിന്നാണ് മനസ്സിലാക്കുന്ന സ്നേഹം വരണത്. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്വരത്തില് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് യവന്മാർ സാപത്ത് ദിവസമില്ലേ, കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് പറിച്ച് തിന്നില്ലേ, കർത്താവിനെ നാണം കെടുത്തിയില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ കർത്താവ് കൊച്ചായിപ്പോയി. ഫരിസേയരും നിയമജ്ഞരും കയ്യോടെ കർത്താവിനെ പിടിച്ചു. പറഞ്ഞ്, ദേ നോക്കിയേ, സാപത്താണിന്ന്. വൃത്തികെട്ടവന്മാരെ കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് തിന്നുകയാണ്. ഇവനെ കിടന്ന് ട്രെയിൻ ചെയ്യണത് ഇപ്പം മനസ്സിലായി. അവരാരാണെന്ന് മനസ്സിലായി, നീ ആരാണെന്ന് മനസ്സിലായി. എല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞു. പത്രോസ് വിഷമിച്ചു പോയി. പത്രോസ് ഓർത്ത് അന്ന് തന്നെ സസ്പെൻഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പത്രോസ്, ഈശോ എന്നാ പറഞ്ഞത്? ഈശോ പത്രോസിനെ സേവ് ചെയ്യും. എങ്ങനെ സേവ് ചെയ്യും? സംരക്ഷിക്കും. ഒരു വാക്കെതിരെ പറയാതെ പറയും. ദാവീദും അനുചരന്മാരും വിശന്നപ്പോഴേ ദേവാലയത്തിൽ കയറി കാഴ്ചയപ്പം എടുത്ത് തിന്നില്ലേ? ദേവാലയത്തേക്കാൾ വരവിനാണ് ഇവിടെ നിൽക്കണത്. അവർ ഉപവസിക്കണ കാര്യം പറയുമ്പോഴും പറയും, അവരിപ്പോൾ ഉപവസിക്കത്തില്ല, മണവാളൻ കൂടെയില്ലാത്ത കാലം വരും, അന്ന് അവർ ഉപവസിച്ചോളും. കാത്തിരിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് ഈ മനസ്സിലാക്കുന്ന സ്നേഹം വരണത്, ഉറവ് പൊട്ടി വരണത്. പത്രോസിനെ ഈശോ മനസ്സിലാക്കി. നിൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടോ, ഈശോ പറയും, ഞാൻ നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അവരുടെ ബലഹീനതയോട് കൂടി നീ മനസ്സിലാക്കണം. അതാണ് ഉടമ്പടി.
അതുകൂടിയാണ് ഉടമ്പടി. അതിനു വേണ്ടിയാണ് ഉടമ്പടി. എന്തിനാണ്? മനസ്സിലാക്കുന്ന സ്നേഹത്താൽ യേശുവിൻ്റെ കൃപ നിന്നിൽ നിറയാൻ വേണ്ടി നീ എന്നെ തന്നെ സമർപ്പിക്കുന്നത് ഉടമ്പടി. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നിങ്ങളെ ഈശോ ഇപ്പം ഉടമ്പടി നിങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടല്ലേ. ഇതെല്ലാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെടി മണ്ണിലെ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് കർത്താവിനോട് ചെയ്തിരിക്കുന്നതാണ്. അതാത് കാലത്ത് ദൈവം നിനക്ക് നിറവേറ്റിത്തരും. പക്ഷെ നിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കണം നിൻ്റെ ലക്ഷ്യം, വസ്തുവായിരിക്കരുത് നിൻ്റെ ലക്ഷ്യം. അവിടെയാണ് വണ്ടിക്ക് പുറകെ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ ഒരു പരിപാടി. അതുകൊണ്ടാണ് നീ ഇത് മുമ്പോട്ട് പോകാത്തത്. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പം എന്താണ്? വസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ വസ്തുക്കളില്ല, ഓരോ സംഭവങ്ങൾ. അങ്ങനെയല്ല, ക്രിസ്തുവായിരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങേ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, അങ്ങേ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സൗമ്യതയിൽ അഭിഷേകം ചെയ്യണമേ. ശാന്തതയിൽ അഭിഷേകം. പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും കുഴപ്പം എന്താ? അറിയാത്തതാണെന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ഇതുപോലും ഈശോ പോലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണതയിലാണ് വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് എത്തിച്ചേരണത്. വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് ഈശോ പോലും എത്തിച്ചേരണത് ഒരു പ്രയാണത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശാന്തശീലരാകുവിൻ, കാത്തിരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം, നീ നിൻ്റെ പൂർണ്ണ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തുന്നവരെ കർത്താവ് നിനക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അച്ഛൻ എന്താ ഉദ്ദേശം എന്നറിയാവോ? അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പം മാത്രമേ പകരം കിട്ടത്തുള്ളൂ എന്ന് ഈശോയുടെ ഒരു വചനമുണ്ട്. ഈശോയുടെയൊക്കെ പറയത്തില്ലേ, അവൻ അറിയാതെയാണ് ചെയ്തതെങ്കിൽ കുറച്ച് മാത്രമേ പ്രഹരം കിട്ടത്തുള്ളൂ എന്ന് പറയും ഇല്ലേ? അത് ഈശോയുടെ ഒരു ഉപമയിലുള്ളൊരു വചനമാണത്. പക്ഷേ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ എന്താ പറയണത്? ആ കുറച്ച് പ്രഹരം ഉണ്ടായത് പോലും ഈശോ എടുത്ത് മാറ്റും. കുറച്ച് പ്രഹരം കൊടുക്കണമെന്നുള്ളൊരു നീതിബോധമുണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് കുരിശിലെടുത്ത് മാറ്റിയിട്ട് പറയുമ്പോൾ, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം അപ്പാ. നോൺ ബെയിലബിളാണ് ചെയ്തിരിക്കണം അവരെ. കാര്യം നിൻ്റെ ഒന്നിനൊരു മകനെയാണ് അവർ കൊസിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ജാമ്യം കിട്ടാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രഹരവും ഒരുമിച്ച് കിട്ടാൻ പറ്റിയ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും പറയും, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം. എന്താ കാര്യം? അവർ ചെയ്യുന്നത് എന്തെന്നവരെ അറിയുന്നില്ല. അതാണ് അവസാനം പറയണത്. പ്രഹരിക്കാൻ പറയണില്ല അവിടെ. പണ്ട് പറഞ്ഞതാണ്, അറിയാതെയാണ് ചെയ്താലും അല്പം പ്രഹരം കൊടുക്കാമെന്ന് പറയും. പക്ഷേ കുരിശിൽ താൻ എല്ലാ പ്രഹരവും അവർക്ക് വേണ്ടി കൂടിയുള്ള പ്രഹരങ്ങളെ അവൻ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കാൻ വേണ്ടി വക്കീൽ തുണിയില്ലാതെ അപ്പനോട് കെഞ്ചണതാണ് കുരിശ്. കൈയിട്ടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് സെന്റ് പോൾ പറയുമേ, നിങ്ങളിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണെന്ന്. പ്രിസലാണ്. അപ്പോൾ ഞാൻ സെന്റ് പോളിനോട് തിരിച്ചു പറയും, നിങ്ങളല്ല ആദ്യം ഈറ്റുനോവ് അനുഭവിച്ചത്. ഈറ്റുനോവ് അനുഭവിച്ച ഒരാളുണ്ട്, നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല. ആരാണത്? അമ്മയാ. ലോകത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ആദ്യം ഈറ്റുനോവ് അനുഭവിച്ച ആളാണ് അമ്മ. ആ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ദൈവവേദലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ നീയും മനസ്സിൽ അമ്മേ, അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഈ ഉടമ്പടി വഴി ക്രിസ്തു രൂപപ്പെട്ടു വരണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ
അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടു വന്നതുപോലെ ഈ ഉടമ്പടി ജീവിതം വഴി എൻ്റെ ഹൃദയത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരുവാൻ, ക്രിസ്തു വഴി ഞാൻ ലോകത്തെ ജീവിതത്തിൽ ജയിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വളരാൻ, ക്രിസ്തുവിൽ രൂപപ്പെടുവാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനെ എന്നിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അനുഭവമായി തീർക്കണമേ. നല്ല വചനങ്ങൾ നമുക്ക് നൽകി രാത്രി വീട്ടിൽ പോയിട്ട് ആ വചനങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടെ കേൾക്കണമേ. സന്തോഷത്തിൽ എഴുന്നേറ്റോ, ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കുക ആൾക്കാരെ എല്ലാവരും. ഹാപ്പി ആയിരിക്കുക. നമുക്ക് കൃപാസനത്തിന് ഈശോ തന്ന ഒരു വലിയൊരു സമ്മാനമാണ്. ഒത്തിരി സമ്മാനം തന്നിട്ടുണ്ടേ. അതിലൊരു സമ്മാനമാണ് കൈവെപ്പ് പ്രാർത്ഥന. ഉടമ്പടി പ്രകാരമുള്ള കൈവെപ്പ് പ്രാർത്ഥന. നിങ്ങളെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ, രോഗാതുരമായ ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പഴയ ഒരു ജസ്റ്ററാണ് കൈവെപ്പ്. അച്ഛനിടയ്ക്ക് പറയാറുണ്ടത്, അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി റബേക്കയെ തിരക്കി ഫ്രിത്തിനെ വിടുമ്പോൾ അവനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന തുടയുടെ കീഴിൽ കൈവച്ചുകൊണ്ടാണ്. ഉടമ്പടിയുടെ ഒരു മാനറിസമാണ് കൈവെപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ കൈവെക്കാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ കൈവെക്കുമ്പോൾ നമ്മൾ പറയണം, ഇത് ഞങ്ങൾ അങ്ങയോട് ചെയ്ത ഉടമ്പടിയുടെ അനുസ്മരണയിലാണ് ഈ കൈവെക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് നമ്മൾ കൈവെക്കണത്. ഉദരവേദനക്കാർ ഉദരത്തിലെ കൈവെക്കേണ്ടതാണ്. ഉദരവേദന പലതരത്തിലുണ്ട്. ഒത്തിരിയേറെ സിസ്റ്റുകൾ, മുഴകളെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യാതെ പ്രാർത്ഥനാ സമയം പൊട്ടി ഒലിച്ചു പോയി സൗഖ്യപ്പെട്ടതും, മഹോദരം പ്രാർത്ഥനാ സമയം കരളിലെ ലീക്കേജ് ഇല്ലാതാവുകയും വയറ് ചൊട്ടിപ്പോയതും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ഒരു ശരീരത്തിൻ്റെ അവശത കൊണ്ട് നീ വേദനിച്ച് നിൻ്റെ സംയമനം നഷ്ടപ്പെട്ട്, നിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട്, നിൻ്റെ ജീവിതം അലങ്കൂലമാകാൻ ദൈവം ആഗ്രഹിക്കണില്ല. ബേസിക്കായിട്ട് അതാണ് രോഗശാന്തിയുടെ അടിസ്ഥാനങ്ങളിലൊന്ന്. കേവലം ഭൗതികമായ ഐഡൻറ്റിറ്റിയാണ് കൂടുതലായി രോഗശാന്തിക്കുള്ളത്. നീ സുഖമായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. നീ സന്തോഷമായി ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയത്. ശവപ്പെട്ട് ചുമന്നുകൊണ്ട് പോയത് കണ്ടപ്പോൾ ആ വിധവയുടെ മകനാണെന്നുള്ള വിധവ പറഞ്ഞില്ല, ഞാൻ വിധവയാണ്, എൻ്റെ ഒരേ ഒരു മകനാണ് ഈ കൊണ്ടുപോണത്, ഇനി എനിക്ക് ആരുമില്ലെന്നൊന്നും ആ ചേടത്തി പറഞ്ഞില്ല. കർത്താവ് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അവനൊരു മകനാണെന്നുള്ളത് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. ആ പുറവെ കരഞ്ഞുകൊണ്ട് വരുന്നത് വിധവയാണ്, അവൻ്റെ അമ്മയാണെന്ന് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. വിധവ കരയേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. യുവാവ് മരിക്കണതും കർത്താവ് അറസ്റ്റ് ചെയ്തു, പെൻഡിങ് വെച്ചു. അങ്ങനെ നിൻ്റെ മരണത്തെപ്പോലും സസ്പെൻഡ് ചെയ്യാനുള്ള കരങ്ങളാണ്, കൊടുങ്കാറ്റിനെ സസ്പെൻഡ് ചെയ്ത കർത്താവിൻ്റെ കരങ്ങൾ കൈയിടിച്ച് കർത്താവ് ചൊല്ലുക. കാരുണ്യത്തിന് അപ്പോൾ നീ നിൻ്റെ രോഗാതുരമായ സ്ഥലങ്ങളിൽ നിൻ്റെ കൈ വെക്കുമ്പോൾ നീ പറയരുത് എൻ്റെ കൈയാണെന്ന് പറയരുത്. പിന്നെ ആരുടേതാണ്? എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ കൈയാണിതെന്ന്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കട്ടെ. ഫിസ്റ്റുല രോഗികൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത വേദനയും നിറ്റലുള്ളവർ,
മൂത്രം വിട്ട് പോകുന്നവർ, ബ്ലഡ് വിട്ട് പോകുന്നവർ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, എല്ലാ ലീക്കേജുകളും നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ജീവിതം മുഴുവനും സങ്കടകരമാക്കി കളയും. അതൊന്നും കർത്താവ് ആഗ്രഹിക്കണില്ല. രക്തസ്രാവ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവാണ്. ജീവനോടെ ദിവ്യത്താറയിലെ ദിവ്യകുർബാനയായി എഴുന്നള്ളിയിരിക്കുന്നത്. ഫിഷർ രോഗികൾ, പൈൽസ് രോഗികൾ, പിസ്റ്റില രോഗികൾ എല്ലാവരും അടിവയറ്റിൽ കൈവെക്കട്ടെ. ഒരു നിമിഷം പറയുക, കർത്താവേ എൻ്റെ കൈയല്ല ഇത്, ഞാൻ നിൻ്റെ വിശ്വാസത്താൽ നിൻ്റെ കൈകളാക്കിയതിനെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ഉടമ്പടിയുടെ ബലത്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നടുവിട്ട് പോയവർ ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലായിരുന്നോ? പാങ്ക്രിയാസ് പിളർന്നു പോയവരും വിട്ടുമാറിയവരും അവരൊരു നിമിഷം കൊണ്ട് കർത്താവ് ആ വ്യക്തിയെ ആരാധനയിലാണ് സുഖപ്പെടുത്തിയത്. അതാണ് നിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും. ഈ ലോകത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു സ്ഥലമാണിത്. അമ്മ പ്രത്യക്ഷപ്പെട്ട മരീൻ അപ്പാരിഷൻസ് എല്ലാം ഒന്നെങ്കിൽ 30 മീറ്റർ അകലെ, അല്ലെങ്കിൽ 20 മീറ്റർ അകലെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മീറ്റർ ആകാശത്തിലായിരിക്കും. ഇതങ്ങനെയല്ല. അടുത്തറയിൽ എനിക്ക് വേണ്ടി അമ്മയെ തൊടാമായിരുന്നു. വെറും 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ലോകത്തിലെ കത്തോലിക്ക പുരോഹിതരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു അപൂർവ ആൾത്താറയാണിത്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ. എന്താണ് ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ് സഭയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ പഠിക്കാൻ വേണ്ടി, സഭ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ മർമ്മം. ഇപ്പോഴും നമ്മൾ കൈവെക്കാൻ പോകുന്നത് നടുവെല്ലിലാണ്. ചില ആൾക്കാർ പറയല്ലേ എൻ്റെ നടുവ് വളഞ്ഞതാണ്. ഇപ്പം ഇന്നൊരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വളഞ്ഞ കാല് നേരെയായത് അല്ലേ? അസ്ഥികൾ നേരെയാക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അതിൻ്റെ റീസൺ അല്ല എടുക്കേണ്ടത്. വൈദ്യശാസ്ത്രം ഒത്തിരി റീസൺ പറയും, അത് എല്ല് നേരെയാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അൾത്താറയിൽ വൈദ്യശാസ്ത്രമല്ല നോക്കണത്, ഉടമ്പടിയുടെ മെരിറ്റാണ്. ഉടമ്പടിയുടെ മർമ്മം എന്താ? ഉടമ്പടിക്കൊരു ശാസ്ത്രമുണ്ട്. എന്താണത്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഡിക്റ്റം. നിൻ്റെ മെരിറ്റിലല്ല, നിൻ്റെ കഴിവിലല്ല, എൻ്റെ കൃപയിൽ. അതുകൊണ്ടാണ് 39 പ്രാവശ്യം IELTS തോറ്റവർ, 38 പ്രാവശ്യം IELTS തോറ്റവർ 30 ഉടമ്പടി എടുത്തതിന് ശേഷം ജയിക്കണത്. 38 പ്രാവശ്യം തോറ്റ ആൾ തന്നെയല്ലേ അത്. അയാൾക്ക് 39 പ്രാവശ്യം തോക്കണേ കുഴപ്പമില്ലല്ലോ. അയാൾക്ക് അതാണ് കപ്പാസിറ്റി. അപ്പം അയാളുടെ കപ്പാസിറ്റിയിലല്ല ഇത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ്, കഴിവിലാണ്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബൈബിളൊക്കെ ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യണത്? ബൈബിള് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ആ വാക്കിൽ എന്താ എഴുതിയിരിക്കണത് അതതുപോലെ വിശ്വസിക്കും. അവിടെ യുക്തിയൊന്നും കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹമയ. മുട്ട വിരിയണത് എങ്ങനെയാണ്? തള്ളക്കോഴിയുടെ ചൂട് കൊണ്ടാണ്. വചനം വിരിയണത് എങ്ങനെയാണ്? ദൈവത്തോടെ സ്നേഹത്തിൻ്റെ ചൂട് കൊണ്ടാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആഴമായ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾ
സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഇവിടെ ഇനി കൈവെക്കേണ്ടത് കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കണം. 2 കൈ വെക്കണ്ട, 1 കൈ ഫ്രീ ആക്കണം. വേറെ എവിടെയെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ വെക്കണം. നെഞ്ചുവേദനക്കാരെ ഉണ്ടാവും. കരൾ രോഗികളെ, പാൻക്രിയാസ് രോഗികളെ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. നെഞ്ചുവേദനക്കാരെ, ഹൃദയരോഗികൾ, കരൾ രോഗികളൊക്കെ നെഞ്ചിൻ്റെ പൊട്ടിന് കൈവെക്കണം. എവിടെയാണോ അസ്ഥിവേദനയും കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. കൈ ഒരിക്കലും ഉയർത്താൻ പറ്റാതിരുന്നവരൊക്കെ കൈ ഉയർത്തി അവിടെ പേശിയും അസ്ഥികളും എല്ലാം യഥാസ്ഥാനത്തേക്ക് വന്നതിൻ്റെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അതെല്ലാം യൂട്യൂബിലുണ്ട്. ഇപ്പോൾ കൈവെക്കുമ്പോൾ ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണ കർത്താവ്, ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. അമ്മേ മധ്യസ്ഥം വഹിക്കണമെന്നും പ്രാർത്ഥിക്കണം. എണ്ടികൾ, കണ്ണ്, മൂക്ക്, ചെവിയെല്ലാം അവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. കണ്ണിന് അസുഖമുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ചെവിക്ക് നീറിറങ്ങിയവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഡിസ്ചാർജ് ഉള്ളവർ, മൂക്കിനും മുഖത്തിനുമൊക്കെ വിഷമങ്ങളുള്ളവർ നെറ്റിയിലാണ് ഇപ്പോഴും കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഉടമ്പടി പ്രകാരം ഈശോയുടെ നാമത്തിലെ രോഗസ്ഥലങ്ങളിലെ ഞാൻ കൈവെക്കുന്ന മനോരോഗികള്, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, അസ്ഥി രോഗികള്, പേശി രോഗികള്, ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവര് യേശുനാമത്തിലെ ഈ കൈകള് യേശുവിൻ്റെ കൈകളായി ഈ നിമിഷം മാറട്ടെ. യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളുടെ മേലും ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ. ദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ശരീരമാസകലമുള്ള രോഗികളുണ്ട്. അതായത് നഖം തൊട്ട് ശിഖ വരെയുള്ള രോഗികൾ, ചിലപ്പോൾ അലർജിക്കാരും. കൃപാസനത്തിൽ കുറേ സാക്ഷ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാക്ഷ്യങ്ങളാണ് അലർജി രോഗങ്ങൾ. അതിനകത്ത് തുമ്മൽ തൊട്ട് അത് പഴകിയ അലർജി രോഗങ്ങൾ തന്നെ ഇന്ന് എന്തുമാത്രം നമ്മൾ കേട്ടു സാക്ഷ്യത്തിലെ 15 കൊല്ലമൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്നഫ് അലർജി, പൊടി അലർജി, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അലർജി, കാലാവസ്ഥയുടെ അലർജി, അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അലർജി, ഇങ്ങനെ പലതരം അലർജികളുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഇത് അലർജി വരാത്തവർക്ക് തോന്നും ഇതെന്നാ അതൊക്കെ വലിയ കാര്യമാണെന്ന്. പക്ഷേ വന്ന് നോക്കണം, വിവരം അറിയണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ല പുഴയിലും എടുത്ത് ചാടാൻ തോന്നിപ്പോകും. അത്രയും വിഷമമാണ് അലർജിക്കാർ അനുഭവിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് കൈവെക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അകം അച്ഛൻ പറഞ്ഞെല്ലാം കേൾക്കണം. വാതരോഗികളുണ്ട്. പിന്നെ വാതരോഗം ശരീരം മൊത്തം എന്ന രോഗമാണ്. പിന്നെ തലച്ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ, പിന്നെ മുടിക്കൊഴിച്ചിലുള്ളവർ. ഇതൊന്നും ഒരു കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നതല്ലേ. അപ്പോൾ ഒന്നും നിസ്സാരമല്ലെന്നർത്ഥം. അതാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ ഒരു മുടി കൊഴിയുമ്പോൾ ഞാൻ അറിയുന്നു എന്ന്. എന്താ പറയുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ദൈവത്തിന് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് അനുഭവം വരുന്നത്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ, എന്തിനാ ദൈവത്തോട് ചോദിക്കേണ്ട, ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ല എന്ന്. മണ്ടത്തരാണത്.
അതാണ് ഈശോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ. എന്താ കാര്യം? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് അങ്ങനെ പറയണത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ദൈവം അത് ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ ഇനി അച്ഛൻ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടൽ, അവന് വിസർപ്പ രോഗങ്ങൾ അതൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പോണത്. പിന്നെ വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ അത് പ്രാർത്ഥിക്കാം. കുറേ വേരിക്കോസുകാരെ അമ്മ തറയെ സുഖപ്പെടുത്തി സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവർ ഇപ്പോൾ ചെയ്യേണ്ടത് കൈ സ്വസ്തികയായിട്ട് വെക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശരീരമാസകലം ഞാൻ അനുഭവിക്കുന്ന സർവ്വരോഗങ്ങളും വിശുദ്ധ രക്തത്താൽ തളിക്കണമേ. ദിവ്യകൃപാനയുടെ ശക്തിയാൽ ഈശോയുടെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സർവ്വവിധമായ രോഗങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ രോഗങ്ങൾ, ആരാധന സ്തുതിയും പോയിച്ചുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക സാഹചര്യങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾ പരീക്ഷകൾ പാസ്സായി, പക്ഷെ നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കണതേ ഉള്ളൂ. അതിന് വേണ്ടത്ര സ്പീഡില്ല. ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ എടുക്കും. ഇതെല്ലാം ഓരോ കടമ്പയാണല്ലോ. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ, കാര്യം ചില വിഷയങ്ങളിൽ നമ്മൾക്കോ ഏജൻറ്റിനോ കൺട്രിക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ തന്നെ ആ വിഷയം അവിടെ എത്തിച്ചേരണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ് കേസ് കിടപ്പില്ലേ, അതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. പാസ്സായി പക്ഷെ കയറിപ്പോകാനൊത്തില്ല, താമസിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിയമങ്ങൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പല പല വിഷയങ്ങളെ കൊണ്ട് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളെയും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഈശോയിലെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളും ഈ ശുശ്രൂഷ ലൈവായി ചേരുന്ന എല്ലാവരും, ഉടമ്പടി എടുത്തുപോയ എല്ലാവരും, കർത്താവേ, തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ വിസ പ്രോസസ്സിങ്ങും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ കമ്മ്യൂണിക്കേഷൻസും, കറസ്പോണ്ടൻസും, യേശുവേ, നിയമ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സംബന്ധമായ വിഷയങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുന്നവരുടെ നിയോഗങ്ങൾ കർത്താവേ അത്ഭുതകരമായ ഇടപെടണമേ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഡേറ്റ് ഇടുക. ദൈവം തന്ന് നമ്മുടെ ഈ 2019 നമുക്ക് നൽകിയ രണ്ടാമത്തെ ഒരു ആനുകൂല്യമാണ് ഡേറ്റ്. ഞാൻ നേരത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയരുത്. പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് 18:1 നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഡേറ്റ് ഇട്ടതാണെന്ന് പറയരുത്. ഇപ്പം നീ ഡേറ്റ് ഇടുക. വിവാഹം താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡേറ്റ് ഇടുക. മക്കളെ കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഡേറ്റ് ഇടുക. നിൻ്റെ ജോലി, ഇൻ്റർവ്യൂ, പരീക്ഷ, ഡേറ്റ്, IELTS, OET, HMOH, അത് ഇങ്ങനെയുള്ള എല്ലാ B1 B2 എക്സാമിനേഷൻസ്, ഇതോട് വന്നിട്ട് CBT, എല്ലാ ഇതിനും ഡേറ്റ് നീ മനസ്സിൽ ഓർക്കുക. ചിലതിൻ്റെ ഡേറ്റ് നിനക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അമ്മയ്ക്കറിയാം. അമ്മ ആ ഡേറ്റ്
ആ പരീക്ഷയെ സമർപ്പിക്കണമെന്ന് പറയണം. എല്ലാത്തിൻ്റെ സ്ഥലം, അളവ്, കോടതി കേസ്, ഉടമ്പടി, സ്ഥലം രജിസ്ട്രേഷൻ, എല്ലാം, നിൻ്റെ യാത്ര, എല്ലാത്തിൻ്റെയും ഡേറ്റ് പറയണം. അച്ഛനോട് ചേർന്ന് പറയാം, അമ്മേ, പരിശുദ്ധ അമ്മേ, സമയത്തിൻ്റെ അമ്മേ, ഞാനിപ്പോൾ മനസ്സിൽ കുറിച്ച എല്ലാ തീയതികളും സമയവും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്ന് അരുളിച്ചെയ്ത കർത്താവേ, പിന്നീട് ഒന്നും അങ്ങയോട് ചോദിക്കേണ്ടാത്ത, ആവശ്യമില്ലാത്തതുപോലെ എല്ലാ മേഖലകളിലും അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുവാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ തീയതി കുറിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവേ, അവർ ഏറ്റിന്റെ മേൽ കൃപ ചൊരിയണമേ. അവർ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ. പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മക്കളെ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക വിഷയത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിന് കൃപ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളുടെ പഠന വൈകല്യമുള്ളവർ, ഓട്ടിസമുള്ള മക്കൾ, പിന്നെ ഒരു കുഴപ്പമില്ല, പക്ഷേ പഠന വൈകല്യമാണ്. ഈ കുത്തിയിരുന്ന് പഠിക്കത്തില്ല, പഠിക്കണം മനസ്സിലാകത്തില്ല, ഭയങ്കര മാർക്ക് കുറവാണ്. എപ്പോഴും നമ്മൾ ടീച്ചറെ വിളിച്ചിട്ട് ക്ലാസ്സിൽ പോകാനേ നമുക്ക് നേരെയുള്ളൂ. നമുക്ക് പേടിയാണ് അവൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ, കാർഡ് കിട്ടുമ്പോൾ. അങ്ങനെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പിന്നെ നമ്മുടെ മക്കൾ ഏതെങ്കിലും വഴി പിഴപ്പിച്ചെങ്കിൽ തെറ്റായ ബന്ധങ്ങളിൽ പോയി ചാടി എപ്പോഴും മൊബൈലും ഭ്രാന്തി പിടിച്ച പോലെ നടക്കുന്ന കുറേ കുടുംബങ്ങൾ സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയല്ലേ, മക്കളുടെ അമ്മ. അമ്മയ്ക്ക് ഏൽപ്പിക്കുക, എൻ്റെ മകനെ, എൻ്റെ മകളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അമ്മ ഈശോയുടെ മുമ്പിൽ അവരെ ഏൽപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ തരത്തിൽ വേദന അനുഭവിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്ന പ്രത്യേകമായ അവസ്ഥകളിലും അപകട ബന്ധങ്ങളിലും അകപ്പെട്ടു പോയവരെ അമ്മേ വിടുവിക്കണമേ. ദുശ്ശീലങ്ങള്, മാരകരോഗങ്ങള്, ജനിതക വൈകല്യങ്ങള് അമ്മേ ഏറ്റെടുക്കണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ലോകം മുഴുവനുള്ള ഈ പ്രോഗ്രാം ലൈവായി കൂടുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൂട്ടിച്ചേർക്കട്ടെ. മക്കളില്ലാത്തവർ അടിവയറ്റി തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ നേരത്തെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോഴത് വീണ്ടും ഓർക്കാൻ ആവശ്യപ്പെടുന്നു. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. പത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ നേർച്ച വസ്തു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ നവംബർ മാസത്തോടുകൂടിയാണ് കൃപാസനത്തിലെ ആരാധനക്രമത്തിൻ്റെ ആരാധനക്രമമല്ല, ശുശ്രൂഷക്രമത്തിൻ്റെ ആണ്ടുപിറവി നമുക്ക് ആരംഭിക്കുന്നത്. ശുശ്രൂഷക്രമം, കൃപാസനം ശുശ്രൂഷക്രമം ഒരു മരിയൻ ശുശ്രൂഷക്രമമാണ് നമുക്കുള്ളത്.
അമ്മയെ പ്രതിഷ്ഠിച്ച മാസമാണ് ഒക്ടോബർ 25, 2003 പ്രതിഷ്ഠിച്ചു. അതിൻ്റെ പേരിലാണ് എല്ലാ ഒക്ടോബർ മാസവും 4-ാം ശനിയാഴ്ച നമ്മൾ റാലി നടത്തുന്നത്. ആ റാലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്ന് 1,00,000 പേര് വരെ പങ്കെടുക്കുന്ന വലിയ പ്രാർത്ഥനാ റാലിയായി അത് ദൈവം ഉയർത്തി. പക്ഷേ നമുക്കൊരു 15 ലക്ഷത്തോളം ജപമാലയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അങ്ങനെ 2003 മുതലുള്ള റാലിയിലൂടെ 1 കോടി ജപമാലയാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ആസ്തി, മധ്യസ്ഥ പ്രാർത്ഥന. അതിൽ നിന്നാണ് ഈ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇത്രയും ശക്തമായ രീതിയിൽ വരണത്. ഇങ്ങനെ പുതിയ പുതിയ പ്രാർത്ഥന കാലത്തിനൊപ്പിച്ചുള്ള ദൈവജനത്തിൻ്റെ ആശ്വാസ നടപടികൾ വരണത് അതുകൊണ്ടാണ്. അതല്ല, ഈ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൽ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദമില്ല അല്ലേ? പിന്നെ അവർക്ക് ചെയ്യാവുന്നത് എന്താണ്? അവർക്ക് പരിചയമുള്ള ക്രൈസ്തവർക്ക് ഉടമ്പടി ചെയ്യാം. അപ്പോൾ അവർക്ക് അക്രൈസ്തവരുടെ ആവശ്യം ഒരു കാരുണ്യ പ്രവൃത്തി പോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യം കൂടി ക്രൈസ്തവർക്ക് എഴുതി ഉടമ്പടി ചെയ്യാവുന്നതാണ്. പക്ഷേ വിശുദ്ധിയോടെ ജീവിക്കണം, ആരുടെ പേരിൽ ആരുടമ്പടി ചെയ്താലും. പക്ഷേ അക്രൈസ്തവർക്ക് അങ്ങനെയുള്ള നിബന്ധന ഒന്നും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിനില്ല. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇപ്പോൾ ഭയങ്കര ആശ്വാസമായി. കാര്യം എന്താണ്? അക്രൈസ്തവർക്ക് ഉടമ്പടി ബ്ലോക്ക് ചെയ്തപ്പോൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിലൂടെ ഒത്തിരിയേറെ ആൾക്കാർ അമ്മയുടെ ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ പത്രത്തിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി. ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 2003 തൊട്ട് അർപ്പിച്ച 1 കോടി ജപമാലയാണ്. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾ തൊട്ടാൽ പോലും അവർക്ക് അനുഗ്രഹം കിട്ടും. കാര്യം അത് അവരുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരെ കാൽനൂറ്റാണ്ടായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു 10-15 കൊല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആസ്തിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഇരിക്കുന്നവർ വരെ പുതിയ കാര്യം ഉണ്ടായാൽ നമുക്ക് ഉടമ്പടി പുതുക്കണവരെ പിന്നെ കാത്തിരിക്കണ്ടേ. അതുകൊണ്ടാണ് അവരോട് പറയണത്, നിങ്ങൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇടാൻ പറയുന്ന കാര്യം. പുതിയ കാര്യം ഉണ്ടാകത്തില്ല ചിലപ്പോൾ 90. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ലൈറ്റക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാം. എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ നമ്മുടെ മക്കളെല്ലാം 6-ാം ക്ലാസ് 3-ാം ക്ലാസ്സുകാരെല്ലാം ലൈറ്റക്കാൻഡ് പ്രയർ റിക്വസ്റ്റ് ഇടുന്നുണ്ട്. അത് അവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് മുതിർന്നവർ ചിലപ്പോൾ അറിയാൻ പാടില്ലെങ്കിലും അവരോട് പറഞ്ഞ് ചെയ്യിച്ചാൽ മതി. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ടിക്കറ്റ് കേൾക്കാതെ ചെയ്യും. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അപ്പോൾ കാര്യം അത് നമുക്ക് ഉറപ്പാണത്. കാര്യം അതിൻ്റെ അത്രയും വലിയ ഒരു ആധ്യാത്മിക യാതനാ പ്രാർത്ഥനയുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും അല്ലേ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ആയിരിക്കണത്. അത് പ്രയോജനപ്പെടുത്താൻ നോക്കണം. പിന്നെ എല്ലാ മാസവും എല്ലാ വർഷവും നവംബറിൽ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും സ്റ്റാഫ് എല്ലാം ചേഞ്ച് ചെയ്യുകയാണ്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ആരും മാറ്റണില്ല, ഷിഫ്റ്റ് ചെയ്യുന്നത്. നവംബർ തൊട്ടാണ് നമുക്ക് ഇങ്ങനെ ശുശ്രൂഷയുടെ ആണ്ടുപിറവി വരുന്നത്. എല്ലാ കൊല്ലം ഇതുപോലെ മാറ്റും. പുതിയ സ്റ്റാഫിന് ശുശ്രൂഷ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പേര് രജിസ്റ്റർ ചെയ്ത സമയമാകുമ്പോൾ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതായിരിക്കും. നമുക്ക് ശുശ്രൂഷകർക്ക് തന്നെ ഏതാണ്ട് സാലറി അല്ല ഇവിടുന്ന് കൊടുക്കുന്നത്, സസ്റ്റ്നൻസാണ് പ്രേക്ഷിതരുടെ. അത് തന്നെ ഒരു 8 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് നമുക്ക്. എൻ്റെ ഒരു ചെറിയൊരു സാമ്പത്തികം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്കിത് റൺ ചെയ്ത് പോകണമെങ്കിൽ ഒരു മാസം ഒരു 10-20 ലക്ഷം രൂപ വേണം ഇത് റൺ ചെയ്ത് പോകാൻ. കാര്യം ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ സെപ്റ്റി ടാങ്ക് തന്നെ കാലിയാക്കണമെങ്കിൽ ഡെയിലി ചെയ്യേണ്ട വിഷയമാണത്. അത്രയും കാര്യം കൺജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കാർ കൺജസ്റ്റഡ് അല്ലേ ഇപ്പം നിൽക്കണത്. അപ്പോൾ ഇത് തന്നെ എല്ലാ ദിവസവും വരണത്. അപ്പം അതുകൊണ്ട് നമുക്കിവിടുന്ന് പ്രാർത്ഥന ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ഥലം വിൽക്കാനുള്ളവരൊക്കെ കൃപാസനത്തിൽ വിറ്റ് കഴിയുമ്പോൾ മാതാവിന് ഒരു സ്ഥലം ചെറുതായിട്ട് നിങ്ങൾക്ക് പറ്റണത് പോലെ ഓഫീസുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന കാര്യം. നമുക്ക് ഈ ധ്യാനം നടത്താൻ ഉടമ്പടി ഇവിടുന്ന് മാറത്തില്ല. കാര്യം മാതാവ് പ്രത്യക്ഷപ്പെടുക ഇവിടെയാണ്. പക്ഷേ പ്രെയർ നമുക്ക് മാറ്റാൻ പറ്റും, അടുത്തേക്ക് മാറ്റാം. മാതാവിൻ്റെ കൺവട്ടം തന്നെ വെക്കാൻ പറ്റും, അടുത്തെവിടെയെങ്കിലും മാറ്റാൻ പറ്റും. അപ്പം അതിനുള്ള പ്ലാനുണ്ട്. അപ്പം സ്ഥലമൊക്കെ വിൽക്കാനുള്ളവർ മാതാവിനോട് നേർച്ച നേരാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി വെറും ജസ്റ്റ് 90 ദിവസമേ ഉടമ്പടി ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഉടമ്പടിയില്ല.
അത് സമയമുള്ളവരങ്ങനെ ചെയ്യണതാ. അവർക്ക് സമയമുണ്ട്, സമ്പത്തും ഉള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്യണതാണ്. 90 ദിവസമേ ഉടമ്പടി നിയമപ്രകാരം ഉള്ളൂ. പഴയ നിയമത്തെ വാഗ്ദാന പേടകത്തിൻ്റെ പ്രാർത്ഥന 90 ദിവസമാണ്. ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇരുന്ന് അനുഗ്രഹം പുറപ്പെടുവിച്ചത് 90 ദിവസമാണ്. എലിസബത്തിൻ്റെ വീട്ടിൽ അമ്മ സന്ദർശിക്കാൻ ചെന്നത് 90 ദിവസമാണ്. അതാണ് അനുഗ്രഹത്തിൻ്റെ ദിവസം. 90 ദിവസം ആകുമ്പോൾ ഒറ്റ പ്രാവശ്യം പുതുക്കി വേണമെങ്കിൽ നമുക്ക് ഉടമ്പടി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ട്, നാട്ടിലുണ്ട്, സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലർ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താ അവർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചിലരുടെ സംഭവം നടക്കും. 2 നടന്നു കഴിയുമ്പോൾ ആ 2 മാറ്റിയിട്ട് അവർ വേറെ 2 കൂടി ചേർത്തിട്ടാണ് അവർ പുതുക്കണത്. 2 നടന്നു കഴിയുമ്പോൾ അവർ 2 മാറ്റിയിട്ട് വേറെ 2 4 മാറ്റണവരുണ്ട്, 5 മാറ്റിയിട്ട് വേറെ 5 വെക്കണവരുണ്ട്. അങ്ങനെയുള്ളവരാണ് പുതുക്കണം. പക്ഷേ പുതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും പുതുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ 3-ാം ഘട്ടം പുതുക്കി തരത്തില്ല. കാരണം 3-ാം ഘട്ടം പുതുക്കുമ്പോൾ സാക്ഷ്യം എഴുതി കൊടുത്തിരിക്കണം. 3 സാക്ഷ്യമെങ്കിലും എഴുതി കൊടുക്കണം. കാര്യം സാക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ ഉഴപ്പുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. കാര്യം ഇത് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ സാക്ഷ്യം കിട്ടേണ്ടതാണ്, അപ്പം തന്നെ അടയാളം കിട്ടേണ്ടതാണ് പ്രാർത്ഥന. അപ്പോൾ 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാക്ഷ്യം എഴുതി കൊടുക്കണം. അതിൻ്റെ കൗണ്ടറിൽ 1-ഉം 2-നും എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. 3-ാം ഘട്ടത്തിൽ സാക്ഷ്യം എഴുതി കൊടുക്കണം. 4-ാം ഘട്ടം പൂർത്തിയാക്കുമ്പോഴാണ് നീല ഉടമ്പടി കിട്ടണത്. അതാണ് കംപ്ലീറ്റ് ഉടമ്പടി എന്ന് പറയുന്നത്. നീലക്കാർഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാക്ഷ്യം പറഞ്ഞിരിക്കണം. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം യൂട്യൂബിൽ നിങ്ങളുടെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണെന്ന് കാണിച്ചാൽ മാത്രമേ നീലക്കാർഡ് കിട്ടത്തുള്ളൂ. കാര്യം 60 സാക്ഷ്യം വന്ന് 20 പറയിപ്പിക്കത്തുള്ളൂ. അപ്പോൾ അത് ഉടമ്പടിയുടെ ലിങ്കും അതിൻ്റെ ഒരു പ്രത്യേക ഫീച്ചറൊക്കെ ഉണ്ട് സാക്ഷ്യങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഉടമ്പടി സാക്ഷ്യം പറയിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ ഒരു നേച്ചറുണ്ടാവും സാക്ഷ്യത്തിന്, അതുകൊണ്ടാണ് അത് കയറ്റി പറയിപ്പിക്കണത്. അപ്പം അങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ഉടമ്പടിയുടെ ഒരു മാസം പുതുക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും ശക്തമായ അനുഭവം കിട്ടും. പക്ഷേ ആ ഉടമ്പടി നീല പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ 4 പുതുക്കി സാക്ഷ്യം പറയാതെ നീല പേപ്പർ കിട്ടത്തില്ല. നീല പേപ്പർ എന്ന് പറയണത് ആ നീല പേപ്പർ കിട്ടിയ സാക്ഷ്യം പറഞ്ഞ പേപ്പറാണെങ്കിൽ 15 മിനിറ്റ് വരെ നമുക്ക് മെസ്സേജ് കൗൺസിലിംഗ് പോയിട്ട് മെസ്സേജ് കൗൺസിലിംഗ് 3 തൊട്ടാണ് തുടങ്ങണത്. മെസ്സേജ് കൗൺസിലിംഗ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അച്ഛനെ കാണുന്ന ഉടമ്പടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആരും അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയില്ല. കാര്യം 2,16,000 പേരെ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഈ ആൾക്കാരെ അപ്പോൾ അച്ഛൻ കാണാനാ? 2,16,000 പേരെ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി അമ്മയും നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. ഈ സാക്ഷ്യം പറയുന്ന 95% പേരും എന്നെ കണ്ടവരല്ല. അപ്പം നിങ്ങൾ കറക്റ്റാണെങ്കിൽ അമ്മയാണ് ഈ വിഷയം ചെയ്യണം. ദൈവവും നിങ്ങളും തമ്മിലുള്ള ഏർപ്പാടല്ലേ. അപ്പം അത് കറക്റ്റായിട്ട് കൊണ്ടുപോവുക. പിന്നെ ഇപ്പോൾ 1 കൊല്ലമൊക്കെ നിന്ന് ഉടമ്പടി ചൂടി സാക്ഷിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ ബാക്കി അവശേഷിക്കുകയാണെങ്കിൽ മെസ്സേജിലിട്ട് പോകേണ്ടി വരും. അപ്പം മെസ്സേജിലിട്ട് പോണത് 3-ാമത്തെ ഉടമ്പടി തുടങ്ങിയാണ് മെസ്സേജിലോട്ട് പോണത്. അപ്പം ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ 1-2 പേരൊക്കെ ഇപ്പോൾ 1-2 പേർക്കൊക്കെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അച്ഛൻ സമയമുണ്ടെങ്കിൽ ആൾക്കാരോട് നിന്നിട്ട് കാര്യങ്ങൾ പറയും. കാര്യം ഒരു പുതുക്കി കഴിഞ്ഞവർ 1 പുതുക്കിയും 2 പുതുക്കിയവർക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞൊരു ബ്ലെസ്സിങ്സ് വാങ്ങിക്കാം. പക്ഷേ കൗൺസിലിംഗ് വേറെ, കാര്യം പറയണ കൗൺസിലിംഗ് 2ആണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെസ്സേജിലോട്ട് പോകും. കർത്താവ് ദർശന മെസ്സേജ് സന്ദേശം തരുമെന്നുണ്ടെങ്കിൽ അത് കൈമാറുന്നത്. പക്ഷേ അതിന് 3 ഉടമ്പടി കഴിഞ്ഞ് അത് പുതുക്കിയിരിക്കണം. അതുകൊണ്ട് എപ്പോഴും പത്രത്തിൻ്റെ കാർഡ് വളരെ സീരിയസ് ആണ്. അത് കളഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പിന്നെ 2ാമത് ചെയ്യാൻ പറയുകയുള്ളൂ. അപ്പോൾ സീനിയോറിറ്റി പോകും. ഒരു പത്രത്തിൻ്റെ കാർഡൊക്കെ പോയി കഴിഞ്ഞാലേ ഇപ്പം നമുക്ക് 3 പത്രത്തിൽ ഇപ്പോൾ ഇടയ്ക്ക് മിസ്സായിപ്പോയി എന്ന് വിചാരിച്ചോ. ജനുവരി ഫെബ്രുവരി വന്ന് മാർച്ചിൽ വന്നില്ല, പിന്നെ ഏപ്രിൽ വന്ന്. അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും ഏപ്രിലും കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതുക്കി കിട്ടും. കാര്യം 1-2 പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ അപ്പം മരിച്ചു പോയി ആശുപത്രിയിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ കാർഡ് ഉണ്ടെങ്കിൽ കാർഡുള്ള അത് മാസം അത് കൃത്യമല്ലെങ്കിലും അത് തുടർച്ചയായിട്ടല്ലെങ്കിലും
ജനുവരി ഉണ്ടായി, പിന്നെ ഏപ്രിലേ ഉള്ളൂ, പിന്നെ 2019 ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് കഴിഞ്ഞിട്ട് ജൂണേ ഉള്ളെങ്കിൽ ഈ 3 കാർഡും കൂടി എടുത്തു വെച്ചിട്ട് ഒരു പ്രാവശ്യം പുതുക്കി തരും. നമുക്ക് 3 കാർഡ് കിട്ടിയാൽ മതി. കാര്യം നിങ്ങൾ പ്രാർത്ഥന, പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പൊട്ടത്തരം കാണിക്കരുത്. കാര്യം ചില ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരാതെ നാത്തുവിനെ കൊണ്ട് കാർഡ് മേടിപ്പിക്കും. അവിടെയാണ് പ്രശ്നം വേണ്ടത്. അതൊക്കെ തന്നെ അത് ആ കാശും പോകും, നിങ്ങൾ ദൈവദരിസന ഫ്രോഡും ആകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റണ പോലെ പ്രാർത്ഥന കൂടിയിട്ട് ആ കാർഡ് സൂക്ഷിച്ച് വെക്കുക. കാരണം നിങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെതാണ്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ കർത്താവിനോട് സ്നേഹത്തോടെ വേണം ചെയ്യാൻ. കാര്യം ഇതുപോലെ ഒരു പ്രാർത്ഥനാ രൂപം കിട്ടാനില്ല. അത്രയ്ക്ക് പെർഫെക്റ്റാണ് ഈ ഉടമ്പടി. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ പ്രേക്ഷിത പ്രവർത്തനമായാലും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ആയാലും ഉപവിപ്രവർത്തനമായാലും അതെല്ലാം ദൈവം നമ്മളോട് കാലാകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥത ചെയ്ത് ശക്തിയും വിശുദ്ധിയും പ്രാപിക്കുന്ന അപൂർവമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. മരിയൻ ഉടമ്പടി നേരത്തെ മരിയൻ തപസ്സു ധ്യാനത്തെക്കുറിച്ച് പറയുകയാണ്. അത് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മരിയൻ തപസ്സു ധ്യാനം നേരത്തെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ 1ഉം 2ഉം പെട്ടെന്ന് പുതുക്കാം, നിർബന്ധമില്ല. ഒരു പ്രാവശ്യം പുതുക്കി വെക്കണം. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പം ഞാൻ തിരക്കിന് പോകുമ്പോഴും നിങ്ങൾക്കൊരു എമർജൻസി കേസ് ഉണ്ടായാൽ ചിലപ്പോൾ ആ വിഷയം കേൾക്കുമ്പോൾ എനിക്ക് അത് സീരിയസ് ആണല്ലോ എന്ന് തോന്നിയാൽ ഞാൻ ഉടനെ ഇപ്പോൾ ഉടമ്പടി ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേപ്പർ ഒക്കെ ആയിരിക്കണം. അപ്പോൾ ആ പേപ്പർ കണ്ടില്ല ഈ പേപ്പറില്ലെന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം 2 ലക്ഷം മനുഷ്യരുടെ ഇടയിൽ കാര്യം കാണാൻ വേണ്ടി നിങ്ങൾ ചുമ്മാ ദൈവത്തിന് ദുർവിനിയോഗിക്കുമ്പോൾ തോന്നരുത്. കാര്യം ഇത് ഉടമ്പടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉടമ്പടിയാണെന്നുള്ള ബോധം ഉണ്ടാവണം എപ്പോഴും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ദൈവദൃശ്യം നിങ്ങൾ കറക്റ്റായിട്ട് നിന്നാൽ ചേർച്ചപ്പറ്റി ആ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ ഉടമ്പടി പുതുക്കിയപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ആൾക്കാരെ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇനി എന്ത് ചെയ്യും, 20 വയസ്സായി, 20 കൊല്ലമായി. ഞാൻ പറഞ്ഞു ഇനി കൊന്നു ഞാൻ നോക്കും നീ കർത്താവിൻ്റെ കാലിലെ തൊട്ടേ. അവർ തൊട്ട് ഇനി ആ മാതാവിനോട് ചെന്ന് പറഞ്ഞേ കൊച്ചിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറഞ്ഞോളാം. അത്രയേ ഉള്ളതിന് 1 സെക്കൻഡ് മതി. 1 സെക്കൻഡ് കൊണ്ട് നിൻ്റെ 2 കുഞ്ഞുങ്ങളാണ് ആ ആഴ്ചയിൽ അവർ പ്രഗ്നൻ്റ് ആയത്. 2 കുഞ്ഞുങ്ങളാണ്. അപ്പം അതാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സീരിയസ്നെസ് അറിയാൻ പറ്റും. ഒക്കട്ടെ ഒത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഞാൻ നോക്കണം ദൈവത്തോട് നിങ്ങൾ സത്യസന്ധരാണ്, വിശ്വസ്തരാണ്, സീരിയസ് ആണെന്നേ നോക്കത്തുള്ളൂ. ഞാൻ അപ്പോഴും എല്ലാവരും അങ്ങനെ ഇവിടെ ഇരിക്കണ എല്ലാവരും ഈ കൗൺസിലൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ്. കാര്യം ഞങ്ങൾ മൈന്യൂട്ട് വരെ ശ്രദ്ധിക്കും നിങ്ങളെന്താണ് ചെയ്തത്, നിങ്ങൾ തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്ക് വന്നത്, അതാ വേറെ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് ചീട്ട് മേടിച്ചിട്ട് പുതുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു ചേട്ടത്തി തൈക്കാട്ടുശ്ശേരി വന്നു. തൈക്കാട്ടുശ്ശേരി വരാൻ ആർക്കും അനുവാദമില്ല, ആരെയും വിളിച്ചിട്ടില്ല. എമർജൻസി ഇപ്പം മരിക്കാൻ പോകണമെന്ന് പറഞ്ഞ കേസൊക്കെ എടുക്കും വെച്ചാൽ, പക്ഷേ തൈക്കാട്ടുശ്ശേരി വരാൻ ആർക്കും അനുവാദമില്ല. അപ്പോൾ ഇന്നലെ അവർ വന്നിരിക്കണത് എന്തിനാണെന്നറിയോ? അവരുടെ കയ്യിൽ 3 മാസത്തെ പ്രാർത്ഥന ചീട്ടില്ല. പിന്നെ തിരക്ക് പിടിച്ച് വന്നപ്പോൾ എന്താ പ്രശ്നം? അവിടെതല്ല, ഭർത്താവ് കാണാൻ ഉടമ്പടി എടുത്തിരിക്കണത്. ഭർത്താവ് വീട്ടിലിരിക്കുകയും ചെയ്യണം, ഭാര്യയെ ഉടമ്പടി കട്ടുകൊണ്ട് വന്നിരിക്കുക. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിലേ ഉള്ളൂ, കൃപാസനത്തിൽ അതൊന്നുമില്ല. കൃപാസനത്തിൽ ആത്മാവാണ് ഉള്ളത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ ഉടമ്പടി ദൈവത്തോടല്ലേ ചെയ്യണത്. ഇപ്പം ഞങ്ങൾ നോക്കണത് ആരാണ് ചെയ്തതെന്ന് നോക്കത്തുള്ളൂ. അമ്മയുടെ ഉടമ്പടി കൊണ്ട് മകന് വരാൻ പറ്റത്തില്ല, ആ പേര് തിരിക്കണം അതിനാണ്. മകന് വരാം, പക്ഷെ അമ്മ ഉണ്ടാകണം, ഉടമ്പടി എടുത്താളുണ്ടാകണം. അതെപ്പോഴും ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ദൈവം എനിക്കറിയാമല്ലോ, ഇപ്പോൾ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞോടുകൂടിയാണ് എല്ലാ രോഗങ്ങളും അപ്രത്യക്ഷമാകണ പോലെയാണ് ഉടമ്പടിയുടെ നേച്ചർ. ചിലത് ഉടമ്പടി തീർന്നു, പിന്നെ ആ ബാക്കിയുള്ള കടങ്ങളെല്ലാം അതിൻ്റെ ഒരു കൃപയിൽ അതിൻ്റെ സമയത്തെല്ലാം കർത്താവ് അതിൻ്റെ ചെയ്യും. അപ്പം എൻ്റെ മക്കൾ ആ പ്രാർത്ഥനയുടെ ഉടമ്പടി തീർന്നല്ല, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നിവാസം പറയുക നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയല്ല, ഉടമ്പടി അനുഷ്ഠാനം കുറഞ്ഞാലും ജീവിതത്തിൽ നിങ്ങൾ മാറ്റം വരുത്തരുത്. മാറ്റം വരുത്തിയാൽ നിങ്ങളെ കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്കൊരു മൂട് പടം ഈ ചെന്നായി കുറുക്കാൻ ഒരിക്കൽ ഇത് വീണില്ലേ, കയറ്റും ചായത്ത് വീണില്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ ഉടമ്പടി അങ്ങനെ എടുക്കരുത്. കയറ്റും ചായത്ത് വീണിട്ട് പുള്ളി കുറച്ച് നാളത്തേക്ക് 3 മാസത്തേക്ക് ദൈവങ്ങൾ കളിച്ച് നടക്കും. 3-ാമത്തെ മാസം കഴിയുമ്പോൾ
പിന്നെ പഴയ പരിപാടി. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യരുത്. കാര്യം ദൈവത്തോടാണ് ചെയ്യണമെന്ന രീതിയിൽ ജീവിത വിശുദ്ധി നിലനിർത്തണം. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. Lord Jesus Christ, pour out your Spirit, a fair finger, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow these relics, those used in my grace and peace and power. കരങ്ങൾ ഉയർത്തിപ്പിടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിത മേഖലയിൽ ഏറ്റെടുക്കുന്നു. വിദൂര ജില്ലകളിൽ ഇരുന്നു കൊണ്ട്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര് നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുകയാണ്. തീരാവ്യാധികൾ ഈശോ സുഖപ്പെടുത്തുകയാണ്. ദുഃഖ ദുരിതരെ ഈശോ ആശീർവദിക്കുകയാണ്. സന്താനരഹിതരെയും ഭവനരഹിതരെയും കർത്താവിൽ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന്